എന്താ സുഖ? ഏറെ നേരമായല്ലോ, പല വഴികളിലൂടെ നടക്കുന്നു. നടന്നിട്ടും തീരുന്നില്ല, എവിടെ എത്തുന്നില്ല. രാമഭദ്രൻ തിരുമേനിയുടെ ഇല്ല ഏതാണ്? അതിനി എത്രയോ ദൂരം നടക്കണം. നിനക്ക് വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? അഴകി ഒരു നാഴിക കൊണ്ട് നടക്കുന്ന ദൂരം എനിക്കിതുവരെ നടന്നു തീർക്കാൻ പറ്റുന്നില്ലല്ലോ. നടന്നിട്ടും ഒരിടത്തും എത്തുന്നില്ല അല്ലേ? ആരാ? വഴിപോക്കരാണ്. കണ്ണ് കാണാനുള്ളതാ. അത് അടച്ചു പിടിച്ച് അന്ധത നടിക്കുന്നവന്റെ മുന്നിൽ ലോകം മുഴുവൻ ഇരുട്ടായിരിക്കും. നിന്റെ കണ്ണിൽ മാത്രമല്ല, മനസ്സിലും ഇരുട്ട് കയറിയിരിക്കുന്നു. നീ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. മുഖം അത് വിളിച്ചു പറയുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ചതിച്ച് അവളെ പടി ഇറക്കി വിട്ടു. അതൊരു തെറ്റല്ല. ഇറക്കി വിട്ടത് സ്വന്തം ഭാര്യയല്ലേ? കാരണമായത് മറ്റുള്ളവർ പറഞ്ഞ അപവാദ കഥകൾ അല്ലേ? ഭാര്യ ഭർത്തൃബന്ധത്തിൽ രണ്ടുപേർക്കും സ്ഥാനം തുല്യമാണ്. പാർവതിയും ശിവനും പോലെ, വിഷ്ണുവും ലക്ഷ്മിയും പോലെ, ബ്രഹ്മാവും സരസ്വതിയും പോലെ. ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലും കൂടി നടക്കുന്നവളുടെ ചാരിത്ര്യം മറ്റുള്ളവരാണോ നിന്നെ ബോധ്യപ്പെടുത്തേണ്ടത്? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടായില്ല. അതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരിയാവുന്നതെങ്ങനെ? സത്യങ്ങൾ പല വിധത്തിൽ മറച്ചു വെക്കുന്നു. അത് ചിലപ്പോൾ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാനും ആയിക്കൂടെ? നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? ഞങ്ങൾ യോഗികളാണ്. നടന്ന് തളർന്ന് ക്ഷീണിച്ചിവിടേക്ക് വന്നു. അതിയായ ദാഹമുണ്ട്. ആ കൂടത്തിൽ നിന്നും പാനം ചെയ്യാൻ അല്പം തന്നിരുന്നെങ്കിൽ. ഇല്ല, ഇത് ദാനം ചെയ്യാനുള്ളതല്ല, വിൽക്കാനുള്ളതാ. ദാനം മഹത്തരമാണ്. അത് സമ്പത്ത് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഒന്ന് പോകുന്നുണ്ടോ? ഒരു തുള്ളി ഞാൻ തരില്ല. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാ ഞങ്ങൾ ജീവിക്കുന്ന. എങ്കിൽ അങ്ങനെ ആവട്ടെ. കണ്ണു തുറന്ന് കാഴ്ചകൾ കാണുമ്പോ നിനക്ക് നിന്റെ തെറ്റുകൾ മനസ്സിലാവും. ആയിക്കോട്ടെ. അതിയായ ദാഹമുണ്ട്. ആ കൂടത്തിൽ നിന്നും പാനം ചെയ്യാൻ അല്പം തന്നിരുന്നെങ്കിൽ. ഇല്ല, ഇത് ദാനം ചെയ്യാനുള്ളതല്ല, വിൽക്കാനുള്ളതാ. അതമ്മ, ഇന്ന് വരുന്ന വഴിയില് ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അതിൽ തട്ടിയപ്പോ അറിയാതെ പാല് മുഴുവൻ തൂകിപ്പോയി. ആർക്കാ നീ കാശ് വാങ്ങാതെ പാല് മുഴുവൻ കൊടുത്തത്? അമ്മ, അപവാദം പറയാതിരിക്കൂ. എങ്കിൽ പിന്നെ കൊണ്ടുപോകുന്ന പാൽ എവിടെ പോകുന്നു? പറ. അത് ഞാൻ പറയില്ല. മഹാദേവ, അടിയന്റെ തെറ്റുകൾ ബോധ്യമായി. അഴകി തെറ്റുകാരിയല്ല. നിത്യേന അവൾ ഇവിടെ വന്ന് അഭിഷേകം ചെയ്യുമായിരുന്നെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല. കണ്ണുകളിൽ ഇരുട്ടായിരുന്നു, എന്റെ മനസ്സിലും ഇരുട്ടായിരുന്നു. എനിക്കത് കാണിച്ചു തന്നല്ലോ ഭഗവാന്.
എന്റെ അഴകിയെ തിരിച്ചു വേണം. ഭഗവാൻ എനിക്ക് അവളെ കാണിച്ചു തരണം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ.